അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു വിസാൽ മീഡിയ. ഞാൻ ഫക്രുദ്ദീൻ പന്താവൂർ. ഇന്നലെ ആ ഇടിമിന്നലിൻ്റെ ഒരു വാർത്ത കേട്ടപ്പോൾ സത്യം പറഞ്ഞാൽ കേരളത്തിൽ ആദ്യമായിട്ടായിരിക്കും ഇടിമിന്നലിൽ ഒരു 4 പേര് ഒന്നിച്ച് മരിക്കണം. ഇന്നലെ ശരിക്കും 5 പേരും മരിച്ചിട്ടുണ്ട്. എന്താണ് മാധ്യമങ്ങളിൽ ഈ 4 പേരുടെ വാർത്ത മാത്രമേ വന്നുള്ളൂ. വെള്ളിമല, മങ്കടക്കടുത്തുള്ള ഒരു വെള്ളിമല കുരങ്ങൻചോല വ്യൂ പോയിന്റിലാണ്. ഇതിനടുത്തുള്ള കുട്ടികൾ തന്നെയാണ് അവരവിടെ പോയിട്ട് സന്തോഷത്തോടു കൂടി പങ്കിടുമ്പോഴാണ് പൊടുന്നൊരൊറ്റ ഇടിമിന്നലിൽ ആ അപകടം നടക്കുന്നതിൽ ആ മരണപ്പെട്ട ഒരാളുടെ സഹോദരൻ പറയാണ്, അവിടെ ആ അപകടത്തിൻ്റെ ഇതിലുണ്ടായിരുന്ന പരിക്കേറ്റ ഒരാൾ പറയാണ്, ഞങ്ങളെല്ലാവരും കൂടി ഇങ്ങനെ വർത്താനം പറഞ്ഞിരിക്കുന്നത്. പെട്ടെന്ന് മഴ പെയ്തു. മഴ അങ്ങോട്ട് പെയ്യാൻ തുടങ്ങുമ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് എഴുന്നേറ്റ് പോവാനുള്ള ശ്രമം. പെട്ടെന്നാണ് ഒരു ഇടിയും മിന്നലും അങ്ങോട്ട് വന്നത്. ആ വന്നതിൽ പിന്നെ എനിക്കൊന്നും ഓർമ്മയില്ല. ഞാൻ അവിടുന്ന് തെറിച്ചു വീണു. ഞാൻ എഴുന്നേറ്റ് നോക്കുമ്പോൾ ബാക്കി 4 പേരും അവിടെ കിടക്കുകയാണ്. ആരും വിളിച്ചെഴുന്നേൽക്കുന്നില്ല എന്ന്. അപ്പോൾ ആ അപകടത്തിൽ മരണപ്പെട്ട ആളുകൾ റഹീസ് എന്നൊരു 18 വയസ്സുള്ളൊരു കുട്ടി, അതേപോലെ ബഹാസ് എന്നൊരു 18-കാരൻ, സിയാദ് എന്നൊരു 16-കാരൻ, ഫഹദ് എന്ന 22-കാരൻ. ഈ ഫഹദ് മാത്രമാണ് ഒരു കടയിൽ തൊഴിൽ നിൽക്കുന്നത്. ബാക്കിയൊക്കെ +2 10ാം ക്ലാസ്സൊക്കെ പഠിക്കുന്ന കുട്ടികളാണ്. ആ 4 പേരും എന്ത് ചെയ്തു? മരണപ്പെട്ട. 3 പേര് പരിക്കേറ്റ് കിടക്കണം. അതിൽ ഒരാളുടെ നില അതിഗുരുതരമാണെന്നൊക്കെയാണ് പറയുന്നത്. അള്ളാഹു എത്രയും പെട്ടെന്ന് ശിഫ നൽകി അനുഗ്രഹിക്കട്ടെ. മരണപ്പെട്ട ആളുകൾക്ക് അള്ളാഹു മഗ്ഫിറത്തും റഹ്മത്തും പ്രദാനം ചെയ്യട്ടെ. നേരത്തെ ഇവിടെ പയ്യന്മാർ ഇവരും തന്നെ ഇവിടെ സ്ഥിരം വരുന്ന ആൾക്കാരാണ്. ഫസ്റ്റ് ടൈമൊന്നുമല്ല. അവരും തന്നെ ചെറിയ മഴ പെയ്തപ്പോൾ ഈ മരത്തിന്റെ ഉള്ളിലേക്ക് കയറി നിൽക്കും. ഇപ്പം നമ്മൾ വരികയാണെങ്കിൽ അങ്ങനെ തന്നെ ചെയ്യില്ല. ചെറിയ മഴ പെയ്യുമ്പോൾ ജസ്റ്റ് അവർ കയറി നിൽക്കും, മഴ ചോർന്നിട്ട് വീട്ടിൽ പോകാന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ അതുപോലെ തന്നെ അവർ ഇതുപോലെ അന്നല്ല കയറി നിന്നതാവും. അതിലാണ് ഈ താഴെ നിന്നുള്ള അന്തരീക്ഷവും കാലാവസ്ഥയല്ല ഇവിടെ, ക്ലൈമറ്റ് അല്ല. അല്ല ഇവിടെ നല്ല വേനൽക്ക് ഇവിടെ ചെറിയൊരു കാറ്റൊക്കെ കിട്ടുന്ന ഒരു സ്ഥലങ്ങളാണ്. മഴക്കാലത്ത് നല്ല കോടമഞ്ഞും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഒക്കെ ഇവിടെ ഉള്ള പയ്യന്മാരാണ്. അതും ഒരേ മഹലിൽപ്പെട്ട 4 പേരും മരണപ്പെട്ട ഒരേ മഹലിൽപ്പെട്ട ആളാണ്. ഒരേ പള്ളിയിലേക്കുള്ള ഈ ഒരാളെ നല്ല താഴ്ചയെന്നാണോ കിട്ടിയത്? തീർച്ചയായിട്ടും ഇതിലങ്ങോട്ട് കയറ്റാൻ പറ്റിയില്ല. പിന്നെ താഴെവായിക്കൂടെ വേറെ റോഡുണ്ട്. ആ റൂട്ടിനാണ് പിന്നെ കയറ്റാൻ പറ്റിയത്. ആ ലാസ്റ്റ് പാറയുടെ താഴെ പോയി എന്ന് പറഞ്ഞില്ലേ, ആ കുട്ടീനെ നമ്മൾ താഴെ വായിക്കൂടെ വേറെ റോഡുണ്ട്, അതിലേ കൊണ്ടുപോകാൻ പറ്റിയത്. ഇതിലെ മേലേക്ക് കയറി പോരാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഇന്നലെ 2 ഫയർഫോഴ്സിന്റെ ടീംസ് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെയും ഒരു 10 മണി വരെ തെരച്ചിൽ നടത്തി കാര്യങ്ങളൊക്കെ ചെയ്ത് പോയതാണ്. നമുക്കങ്ങനെ അങ്ങനെ സംഭവം ഉണ്ടായിട്ടില്ലല്ലോ. പിന്നെ നമ്മൾ സുരക്ഷയെ കുറിച്ച് ചിന്തിക്കേണ്ട ആവശ്യം ഉണ്ടായിട്ടുള്ളൂ. ഇവിടെ അങ്ങനെ ഒരു അപകടങ്ങളോ കാര്യങ്ങളോ നമുക്ക് ഉണ്ടായിട്ടില്ല. സുരക്ഷേന്റെ ആവശ്യം നമുക്ക് അപ്പോൾ അങ്ങനെ വന്നിട്ടില്ല. ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ സംഭവം ഉണ്ടാവുന്നത്. തെങ്ങ് ഒരു 10ഓളം തെങ്ങ് കഴിഞ്ഞ പ്രാവശ്യം പോയിട്ടുണ്ട്. പിന്നെ ഇവിടെ സെബാസ്റ്റ്യൻ ചേട്ടന്റെ തെങ്ങുകൾ ഇവിടെ ഏകദേശം ഒരു ഇടിമിന്നലിൽ ഏൽക്കുന്ന സ്ഥലമാണ് ഇവിടെ പൊതുവെ. മുകൾ ഭാഗത്തേക്കും ഇതേപോലെ വ്യൂ പോയിന്റും കാര്യങ്ങളൊക്കെയാണോ? വ്യൂ പോയിന്റ് ഉണ്ട്. ഇതിൽ കുറച്ചുകൂടെ മുന്നിക്ക് പോയാൽ ഒരു ഫാം ഉണ്ട്. അവിടെ ആ ഫാമിന്റെ എല്ലാം കയറി പോയാൽ വ്യൂ പോയിന്റ് ഉള്ള സ്ഥലങ്ങളുണ്ട്. പക്ഷെ അവിടെയൊക്കെ പോലീസ് വിലക്കിയിട്ടുണ്ട്. അങ്ങടെ പോലീസ് ഒക്കെ വിലക്കിയ സ്ഥലമാണ്, അങ്ങോട്ട് പോകരുതെന്ന്. കാരണം ഇതുപോലെ അപകടങ്ങൾ ഉണ്ടാവരുത് എന്ന് വെച്ചിട്ടാണ് ഈ വിലക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുള്ളത്. പിന്നെ രാത്രി ആയാലും ഇവിടെ പോലീസുകാരൊക്കെ വന്നാൽ പിന്നെ കൂടുതൽ നിർത്തലില്ല. പയ്യന്മാരൊക്കെ തുളിച്ചുവിടലുണ്ട്. ഞാൻ സത്യം പറഞ്ഞ നടുങ്ങിപ്പോയി. കേരളത്തിൽ ഇതിന് മുൻപൊരു ഇടിമിന്നലിൽ ഒരു 4 പേര് ഒന്നിച്ച് മരിച്ചൊരു സംഭവമില്ല. അപ്പം ഇന്നലെ തന്നെ മിനി ഊട്ടിയിൽ ഒരാൾ വണ്ടി മറ്റേ ലോഡൊക്കെ ഇറക്കിയതിന് ശേഷം സ്വന്തം വാഹനം കഴുകുന്ന സമയത്ത് ഷെഫീർ എന്നൊരു 28 വയസ്സുള്ള ഒരു യുവാവ് ഇതേപോലെ മിന്നലേറ്റ് മരിച്ചിട്ടുണ്ട്. പക്ഷേ ആ വാർത്ത എന്തുകൊണ്ടാണെന്ന് അറിഞ്ഞുകൂടാ, മാധ്യമങ്ങളൊന്നും വന്നില്ല. ഒരു പക്ഷേ ഈ 4 പേര് മരണപ്പെട്ട ഒരു വാർത്തക്കിടയിൽ മുങ്ങിപ്പോയതാവാം. നമ്മൾ ആ ഒരു യുവാവിന് വേണ്ടി ദുആ ചെയ്യുക. ഒരു 3 വയസ്സുള്ളൊരു കുട്ടി എങ്ങാനുണ്ട് തോന്നുന്നു. അദ്ദേഹത്തിന് വലിയ സങ്കടമായി. ഷെഫീർ എന്നുള്ള 28-കാരൻ. അപ്പോൾ നമ്മളെല്ലാവരും ഈ വീഡിയോ കാണുന്ന എല്ലാവരും ആ ഒരു ഇടിമിന്നലിൽ മരണപ്പെട്ട 5 പേർക്കും വേണ്ടി ദുആ ചെയ്യണം. അള്ളാഹു അവരുടെ ഖബറിടമൊക്കെ സന്തോഷത്തിലാക്കട്ടെ. ആ 4 പേരെയും ഒന്നിച്ചിട്ടാണ് ഖബറടക്കുന്നത്. ഇതിൽ ചിലരൊക്കെ പരസ്പരം ബന്ധുക്കളാണ്, ഉറ്റ ചങ്ങാതിമാരാണ്, എപ്പോഴും ഒന്നിച്ച് വർത്തമാനം പറയും, കളിയും ചിരിയുമുള്ള ആളുകളാണ്. അപ്പോൾ ആ ഒരു ഇൻസ്റ്റയിലൊക്കെ വളരെ വൈറലായ ഒരു വ്യൂ പോയിൻ്റാണ് ഈ ഒരു കുരങ്ങൻചോല വ്യൂ പോയിൻ്റ്. ഈ ഒരു മങ്കട ഭാഗത്തുള്ള വെള്ളില എന്നൊക്കെ പറയും. അവിടെ വെള്ളിമല എന്നാണ് പേരെങ്കിലും വെള്ളില എന്നാണ് പറയുക. അപ്പോൾ അവിടെ ആളുകൾ യഥേഷ്ടം പോയിരിക്കലുണ്ട്. അങ്ങനെ പോയിരുന്നതാണ്. ഇത് ഒരു അവസാനത്തെ ഒരു യാത്രയാണെന്നുള്ളത് അറിഞ്ഞിട്ടില്ല. അപ്പോൾ നമ്മുടെ വീഡിയോ കാണുന്ന ആരെങ്കിലും ഇന്ന് മരണപ്പെട്ടെടുത്ത് പോയിട്ടുണ്ടെങ്കിൽ ഒന്ന് വിവരങ്ങൾ അറിയിക്കണം. എന്ത് പറഞ്ഞിട്ട് പോലും ആശ്വസിപ്പിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യമില്ല. കാരണം 18ഉം 16ഉം 22ഉം വയസ്സുള്ള പൊന്നു മക്കളാണ് ആ മരണപ്പെട്ടത്. നമ്മളൊട്ടും പ്രതീക്ഷിക്കാത്ത ഒന്നാണ് ഇടിമിന്നൽ മരണം. പണ്ടൊക്കെ ഇടിമിന്നൽ ഒരു വർഷം നമ്മുടെ നാട്ടിലൊരു 10, 17, 18 പേര് മരണപ്പെടുന്നുണ്ടെങ്കിൽ ഇപ്പോൾ കാലാവസ്ഥ മുന്നറിയിപ്പ് മൂലം മരണങ്ങളൊക്കെ കുറവാണ്. അപ്പോൾ ആ 4 പേരെയും ഒന്നിച്ച് ഒരു പള്ളിയിലാണ് ഖബറടക്കിയത്. ഒരുപാട് ആയിരക്കണക്കിന് ആളുകളാണ് അവസാനമായിട്ടൊരു നോക്ക് കാണാൻ വേണ്ടി വന്നത്. അപ്പോൾ നമ്മളെല്ലാം
എല്ലാവരും എന്ത് ചെയ്യുക, മരണപ്പെട്ടു പോയവർക്ക് വേണ്ടി ദുആ ചെയ്യുക. ഇടിമിന്നൽ ഏൽക്കാനൊരു പ്രധാനപ്പെട്ട ഒരു കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു നിരപ്പായ സ്ഥലങ്ങളിൽ വേഗം ഇടിമിന്നലേൽക്കും. ഏപ്രിൽ മെയ് മാസങ്ങളിലാണ് ഏറ്റവും കൂടുതൽ ഇടിമിന്നൽ അപകടങ്ങൾ നടക്കുന്നത്. നമ്മുടെ കേരളത്തിൽ ഏപ്രിൽ മെയ് മാസങ്ങളിലാണ്. നമ്മൾ ഇടിമിന്നൽ വന്നു കഴിഞ്ഞാൽ ഇനി പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കാം. ഒന്ന് തുറസായ സ്ഥലങ്ങളിൽ നിൽക്കരുത്. അങ്ങനെ ഉണ്ടെങ്കിൽ വല്ല ഒരു ഭാഗത്തേക്ക് തുറസായ സ്ഥലങ്ങളല്ലാത്തടത്തേക്ക് മാറി നിൽക്കുക. പിന്നെ നമുക്ക് അവിടെ നിന്ന് ഓടിപ്പോകാൻ പറ്റില്ല വിചാരിച്ചു. നമ്മൾ തുറസായ ഒരു സ്ഥലത്താണ്, പെട്ടെന്ന് ഇടി വന്നാൽ നമ്മളിങ്ങനെ കാലൊക്കെ ഇങ്ങനെ കൂത്തി വെച്ച് ഇരുന്നിട്ട് ഒരു ഫുട്ബോൾ പോലെ ഇങ്ങനെ മടങ്ങി വന്നിരുന്നത് അത് നിൽക്കുകയോ ഇരിക്കുകയോ ചെയ്യാതെ ഇങ്ങനെ കുനിഞ്ഞിരുന്നാൽ അപകടത്തിൽ രക്ഷപ്പെടാം. പിന്നെ മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നതുകൊണ്ട് പ്രശ്നമില്ല, ലാൻഡ് ഫോൺ ഉപയോഗിക്കാതിരിക്കുക. പിന്നെ വാഹനം ഉണ്ടെങ്കിൽ വാഹനത്തിൽ കയറിയിരിക്കുക, വാഹനത്തിൽ നിന്ന് കയ്യോ കാലൊന്നും പുറത്തിടരുത്. നമ്മൾ വീട്ടിൻ്റെ ഉള്ളിലാണെങ്കിൽ ജനലൊക്കെ അടക്കമൊക്കെ ക്ലോസ് ചെയ്യുക. ജനലിൻ്റെ അപ്പുറത്തേക്ക് പരമാവധി ചുമരിനോട് ചേർന്നിരിക്കാതിരിക്കുക, ജനലിനോട് ചേർന്നിരിക്കാതിരിക്കുക. ഇതൊക്കെ നമ്മൾ സ്കൂളിൽ നിന്ന് പഠിക്കുന്ന പാഠങ്ങളാണ്. ഇപ്പോൾ സ്കൂളിൽ അത്തരം പാഠങ്ങളൊന്നും ഇല്ല, സംശയമുണ്ട്. പണ്ടൊക്കെ നമ്മൾ മദ്രസയിലാണെങ്കിലും നമ്മളൊരു ദിക്ർ ചെല്ലലുണ്ട്, ഒരു ഇടിമിന്നൽ കണ്ടാൽ നമ്മളൊരു ദിക്ർ ചെല്ലലുണ്ട്. ഇങ്ങനെ നമ്മൾ കുറേ ശീലങ്ങളുണ്ടായിരുന്നു. ആ ശീലങ്ങളൊക്കെ ഇപ്പോൾ ഇല്ലാതായി. ഇപ്പോൾ ഇടിമിന്നൽ നമ്മൾ ഈ ടർഫിൽ കളിക്കുന്നവരടക്കം ഇടിമിന്നലിൻ്റെ ഇടയിൽ കുട്ടികൾ കളിക്കുന്നത് കാണാം. മക്കൾക്ക് നന്നായിട്ട് അവയർനെസ് കൊടുക്കാം. ഇടിമിന്നൽ വന്നു കഴിഞ്ഞാൽ എൻ്റെ പൊന്നു മക്കളെ, നിങ്ങൾ ഇരുമ്പിൻ്റെ മേലെ, അത് വലിയ ഇതിൻ്റെ മേലെ പിടിക്കാതിരിക്കാം. പിന്നെ കുളിക്കുന്നത്, ഇടിമിന്നൽ ഏൽക്കുമ്പോൾ ഇടിമിന്നൽ നടക്കുന്ന സമയത്ത് കുളിക്കരുത്. വെള്ളത്തിലൂടെ ഈ മിന്നൽ നമുക്ക് ഏൽക്കാൻ സാധ്യതയുണ്ട്. കാരണം വലിയ പവറുള്ള വൈദ്യുതിയാണ്. പല സ്ഥലത്തും ഇടിമിന്നലിൻ്റെ അപകടങ്ങൾ നടന്നിട്ടും ഒരു 4 പേര് ഒന്നിച്ചിട്ട് ഒരു മരണപ്പെടുന്ന ഒരു സംഭവം കേരളത്തിൽ ഇത് ആദ്യമാണെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. 1 or 2 പേരൊക്കെ മരണപ്പെടുന്നുണ്ട്. പക്ഷേ ഈ ഒരു 4 പേര് ഒന്നിച്ചിട്ട് ഒരേ സമയം ആ ഹോസ്പിറ്റലിലുള്ള അപകടത്തിൽ മരണപ്പെട്ടവൻ്റെ ബ്രദർ പറയുന്നത്, എനിക്കൊന്നും ഓർമ്മയില്ല ഇത് നടന്ന സമയത്ത്. പിന്നെ അവൻ ചോദിക്കുകയാണ്, എൻ്റെ കാക്കടോ, എൻ്റെ കാക്കയും ഇതിന് മരണപ്പെട്ടിട്ടുണ്ട്, പക്ഷേ അവനോടത് പറഞ്ഞിട്ടില്ല. അപ്പോൾ വളരെ ദയനീയമായൊരു കാഴ്ചയാണ് മങ്കടന്ന് കണ്ടത്. നമ്മളെല്ലാവരും ഇടിമിന്നലിനെ നമ്മൾ ഭയത്തോടെ തന്നെ കാണണം. പണ്ടൊക്കെ ഇടിമിന്നലിനെ എന്താ പറയുക, എന്തോ ഒരു പിശാചിൻ്റെ ശക്തിയായിട്ടൊക്കെ കണ്ടിരുന്നവരുണ്ട്. പിന്നെ ശാസ്ത്രീയമായിട്ട് മാറ്റുന്നപ്പോൾ ഇതൊക്കെ ഒരു സ്വാഭാവികമായ പ്രകൃതിയുടെ പ്രതിഭാസമാണ്. അപ്പോൾ നമ്മളെപ്പോഴേക്കും ഒരു പ്രാർത്ഥന ഉണ്ടാവുക, ഈ പറയുന്ന മുൻകരുതലുകളൊക്കെ പരമാവധി എടുക്കുക. ഇനി ഈ ഒരു അപകടം നടന്ന സമയത്ത് ഇത് അവിടെയുള്ളൊരു കടക്കാരനാണ് അത് ആദ്യം അറിഞ്ഞത്. പിന്നെ നാട്ടുകാരെ അറിയിക്കാനും രക്ഷപ്പെടുത്താനൊക്കെ കുറേ വൈകി. അതിലിപ്പോൾ ഈ മരണപ്പെട്ട സൽമാൻ ഫാരിസ് എന്ന് പറഞ്ഞ ആളെ കിട്ടാൻ തന്നെ വൈകിട്ടൊക്കെയാണ് കിട്ടിയത്. മിന്നലേറ്റ് കഴിഞ്ഞാൽ ആളെ മേത്ത് കറണ്ട് ഉണ്ടാവുമോ, നമ്മളെങ്ങനെ രക്ഷിക്കാൻ ശ്രമിച്ചാൽ നമ്മളെ ഷോക്ക് അടിക്കും, അതൊരിക്കലും ഉണ്ടാവില്ല. നമ്മൾ ഈ കറണ്ട് പിടിച്ചിട്ട് നമ്മൾ ഇങ്ങനെ കറണ്ട് കമ്പി പിടിച്ചിട്ട് ഷോക്ക് അടിച്ച് കിടക്കണ ആളെ പോലെ മിന്നലേറ്റ ആളെ മേത്ത് പിന്നെ നമുക്ക് പിടിച്ചാൽ എന്തില്ല, ഷോക്ക് ഏൽക്കില്ല. അപ്പോൾ പരമാവധി അപകടം നടന്ന ഉടനെ തന്നെ എന്ത് ചെയ്യുക, രക്ഷപ്പെടുത്താൻ ശ്രമിക്കുക. പിന്നെ വീട്ടിലെ വീട്ടുപകരണങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഡിസ്കണക്ട് ചെയ്യുക. ഇതൊക്കെ ഇടിമിന്നലിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന കാര്യങ്ങളാണ്. ഈ ഇടിമിന്നലിൻ്റെ വാർത്തയോടൊപ്പം അറിയാതെ മാധ്യമങ്ങൾ ശ്രദ്ധിക്കാതെ പോയ മറ്റൊരു വാർത്ത ഉണ്ട്. മലപ്പുറം പൂക്കോട്ടൂർ ഭാഗത്ത് 2 കുട്ടികൾ കാണാതായിട്ട്, ഇവരെ സഹോദരിമാരുടെ മക്കളാണ്. അന്വേഷിച്ച് നോക്കുമ്പോൾ ഇവരെ പിന്നെ കാണാൻ ഒരു വെള്ളക്കെട്ടിൽ തോട്ടിൽ 2 കുട്ടികളെ മരണപ്പെട്ട നിലയിൽ കാണപ്പെട്ടു എന്നുള്ളത്. ആദിൽ എന്ന പേരുള്ള ഒരു 7 വയസ്സുകാരും അതേപോലെ മുഹമ്മദ് ഹൗസാൻ എന്നൊരു 4 വയസ്സുള്ള കുട്ടി, ഇവർ സഹോദരിമാരുടെ മക്കളാണ്. ഈ 2 മക്കളും വെള്ളക്കെട്ടിൽ മരണപ്പെട്ടു. ഇന്ന് ഈ ഒരു വേനലവധിയുടെ സമയത്ത് ഏറ്റവും കൂടുതൽ കേൾക്കുന്ന വാർത്തയാണ് ഈ വെള്ളക്കെട്ടിൽ മരണപ്പെടുന്നത്. നമ്മളുടെ കുറേയൊക്കെ നമ്മുടെ ശ്രദ്ധയില്ലായ്മ അപകടത്തിലേക്ക് എത്തിക്കുന്നുണ്ട്. നമ്മൾ ടൂറ് പോവുകയാണെങ്കിലും വിരുന്ന് പോവുകയാണെങ്കിലും വെള്ളക്കെട്ടുണ്ടോ, കുട്ടികളുടെ കാര്യം നല്ല ശ്രദ്ധിക്കുക. മുമ്പ് അവിടെ മുതിർന്നവരെ കൂടെ പോയിട്ടാണ് കുട്ടികൾക്ക് ആ സ്ഥലം പരിചയം ഉണ്ടാവുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇങ്ങനെ ഒരു മരണത്തിൻ്റെ ഒരു സാഹചര്യം ആയതുകൊണ്ട് നമ്മൾ ചോദ്യങ്ങളൊന്നും ചോദിക്കുന്നില്ല. ഇന്നലെ നമ്മൾ ചോദിച്ചിരുന്ന ആൻസർ എല്ലാവരും പറഞ്ഞു. കാരണം 1, 2, 3 രാജ്യങ്ങൾ, അമേരിക്ക, മെക്സിക്കോ തുടങ്ങിയ രാജ്യങ്ങളിലൊക്കെയാണ് വേൾഡ് കപ്പ് നടക്കുന്നത്. അപ്പോൾ ആ ഉത്തരങ്ങളൊക്കെ ശരിയാണ്. പക്ഷേ ഇന്നൊരു മരണത്തിൻ്റെ സാഹചര്യം ആയതുകൊണ്ട് നമ്മൾ ചോദ്യമൊന്നും ചോദിക്കുന്നില്ല. അപ്പോൾ നമ്മൾ പരമാവധി ഈ ഒരു മരണപ്പെട്ട ആളുകൾക്ക് വേണ്ടി ദുആ ചെയ്യുക. ഇടിമിന്നലിൽ വരുന്ന സമയത്ത് നന്നായിട്ട് ശ്രദ്ധിക്കുക. കാലാവസ്ഥ മുന്നറിയിപ്പുകളൊക്കെ ശ്രദ്ധിക്കുക. അതിലിങ്ങനെ ഉണ്ടാവും, ഇടിമിന്നൽ വരാൻ സാധ്യത ഉണ്ട്. അപ്പോൾ ഒരു ഏപ്രിൽ മെയ് മാസങ്ങളിലൊക്കെയാണ് അത് കൂടുതലായിട്ട് കണ്ടുവരാറ്. അപ്പോൾ അതൊരു നമ്മുടെ ഒരു മനസ്സിലുണ്ടാവണം. ഇൻഷാ അല്ലാഹ് മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.